പോവാൻ നോക്ക്. ഇപ്പൊക്കെ പോയിട്ട് കൊറേ നേരം ആയിക്കോളൂ. അപ്പൊ മുന്നത്തെ ആ ആയിക്കോട്ടെ, അതിന്റെ മുന്നിൽ പോയി കളഞ്ഞ് വൈലാഞ്ചിട്ടുക്കണോ? പിന്നെ എന്ത് തേങ്ങ ഇട്ടിക്കണേ? ചെക്കൻ നൈസായിട്ട് തന്തക്ക് വിളിച്ച്. അങ്ങനെ വൈകുന്നേരം ആയപ്പോ എവിടൊക്കെ പോയിട്ട് ഹൈഡ്രജൻ ബലൂണൊക്കെ വാങ്ങിയിട്ട് വന്നിക്കണം. അതിന്റെ ഇടയിൽ ഈ നമുക്ക് സാധാരണ വിട്ടു. അത് വന്നിട്ട് ഹൈഡ്രജൻ ബലൂൺ വിട്ടാ മോൾക്ക് പോലെ ഓനാണ് വിട്ടു. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഗൈസ് നമ്മളെ പെരുന്നാൾ എന്താണ്, അപ്പോൾ നമ്മൾ ഇന്ന് പള്ളിക്ക് ഓടിച്ച് നേരത്തെ നീച്ചിക്കണം. അപ്പോൾ ഇന്നൊരിപ്പോ ഒരു 7 ആയിട്ടുണ്ടാവും. നമുക്കൊരു 8:30 മണിക്കാണ് പള്ളിക്ക് എത്തേണ്ടത്. നിസ്കാരം അപ്പോഴാണ്. നമ്മളെ കൂട്ടത്തിൽ ഇവിടെ ചെറുക്കനുണ്ട്. ഇജ്ജ് പള്ളിക്കുണ്ടാ ബ്രോ? പള്ളിക്കുണ്ടാ? ഇല്ലേ? പണ്ട് പാകം നാണൊക്കെ കഴിക്കണ ചെക്കന്. അപ്പൊ ഗൈസ് നമുക്ക് എന്തായാലും നേരം ഇല്ലെങ്കിൽ നമുക്ക് ചെറുക്കന്മാരെ നീപ്പിച്ച അവിടെ ചെക്കന്മാർ സുഖമായിട്ട് കിടന്നുറങ്ങണ്ട്. ഇത് കണ്ടിട്ട് പിടിച്ചിട്ടില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഉറങ്ങിയിട്ടില്ലല്ലോ. അപ്പൊ ഇനി ഓരോ ഉറങ്ങണ്ട. അപ്പൊ എന്തായാലും നമുക്ക് ഓരോ നീപ്പിച്ച അങ്ങനെ ആയാലും അത് ഉസാറാവും. ഇന്നലെ എനിക്ക് വൈകിട്ടാണ് കടന്നിക്കണം. ഇന്നലെ ഡ്രസ്സൊക്കെ എടുത്ത് വന്നിട്ട് ഒരു 4-4:30 ആയിക്കണ് കടന്നപ്പോത്തിന്. അപ്പൊ തന്നെ നമുക്ക് ഓരോ നീപ്പിച്ച. ചെറുക്കന്മാർ ഉറങ്ങുന്നുണ്ട്. ചെറുക്കൻ നീച്ചിക്കണം. ഇല്ലല്ല, ചെറുക്കൻ കുപ്പായിട്ടില്ല. ഹേ ബ്രോ നീക്കൂ. ഹലോ 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 മാഡം, മൈലാഞ്ചി എവിടെ? പെരുന്നാളാണ് നീച്ചണ്ടേ? അല്ല ഇജ്ജ് എന്താ അനക്ക് ഉറക്കൊന്നുമില്ല? അനക്ക് ഉറക്കൊന്നുമില്ല? ഇജ്ജ് നേരത്തെ നീച്ചിക്കണല്ലോ. താങ്കളുടെ ഈ ഉറക്കമില്ലാത്തതിന്റെ രഹസ്യം എന്താണ്? പറയൂ. താങ്കൾക്ക് രഹസ്യമുണ്ടോ? ഒന്നുമില്ല, രഹസ്യമൊന്നുമില്ല. താങ്കൾക്ക് എന്നെ ഇഷ്ടമാണോ? ഇല്ലേ? കള്ള നമുക്ക് എന്നെ ഇഷ്ടമല്ല. അല്ല എന്നെ ഇഷ്ടമല്ല. നമ്മളെ ഗൈസിനോട് ഒരു ഇങ്ങനെ അടിക്കുക ഗൈസിനോട്. പോയിയുടെ അവിടെ നിന്ന് പറയാം. പോയിയുടെ അവിടെ നിന്ന് പറയാം. ഗൈസിനോട് പോയിയുടെ അവിടെ നിന്ന് പറഞ്ഞാ ഗൈസിനോട് പറയാം. യൂട്യൂബിൽ പറയാം. പോയിയുടെ അവിടെ നിന്ന് പറയാം. അപ്പം എന്തായാലും നമ്മൾ ഇജ്ജ് പള്ളിക്കുണ്ടോ? ഇജ്ജുണ്ടോ? ഇജ്ജ് മൂത്രയിക്കൂലേ? ടൗസർ കൂടി മൂത്രയിക്കൂലേ ഇജ്ജ്? മൂത്രയിക്കൂലേ? പള്ളിക്ക് മൂത്രയിക്കാൻ പറ്റൂലേ? ടൗസർ കൂടി മൂത്രയിക്കാൻ പറ്റൂല. ഇല്ലെങ്കിൽ എന്നെ കൊണ്ടുപോയിനു. പള്ളിക്കുണ്ടോ? പോയാടാർന്ന് ഇല്ല, എന്നെ കൊണ്ടുപോകില്ല. പെരുന്നാളായിട്ടാണോ താങ്കൾ ഇത്ര നേരത്തെ? അപ്പൊ എന്തായാലും വേശ്യാർത്ഥി എന്താ പാടി? പായസം പണി. അപ്പോൾ ഓരോരുത്തർ ഓരോ പണിയിലാണ്. ഇവിടെ പായസം വാങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ ഇറച്ചി തളിച്ചോണ്ടിരിക്കണു അല്ലേ? അത് പായസം ഇറച്ചിയ ഇഷ്ടം. പോകാൻ നോക്കുക, പള്ളിക്ക് പോകാൻ നോക്ക്. ഇപ്പൊക്കെ പോയിട്ട് കൊറേ നേരം ആയിക്കോളൂ. ഇപ്പൊ മുന്നത്തെ ആയിക്കോട്ടെ, അതിന്റെ മുന്നിൽ പോയി കളഞ്ഞ് അതിന്റെ മുന്നിൽ സഫില്ല, അവിടെ ഇമാമ നിൽക്കുക. അങ്ങനെ എന്നാ പള്ളിക്കുന്ന സീനാക്കും കമ്മിറ്റിക്കാരെ എടുത്ത് പുറത്താക്കും. എന്റെ അമ്മക്ക് ഞാൻ ഏറ്റവും മുന്നിലെത്തണം എന്നാണ്. അയച്ചിട്ട് ഇപ്പൊ പള്ളിക്കത്തെ ഇമാമിനെ മാറ്റിട്ട് അതിന്റെ മുമ്പ് കയറിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനത്തെ ഓരോ വൈബാണ് എന്റെ അമ്മക്ക്. എന്തൊക്കെ ഓരോ വൈബാണ്. അതിന് ചെല്ല്. അത് കഴിഞ്ഞിട്ടുള്ളൂ വേറെ എന്ത് പണിയെടുത്തിട്ടും കാര്യമുള്ളൂ. ചെല്ല്. അപ്പൊ കേട്ടില്ലേ? ഞാൻ എന്തായാലും നാളെ കുളിച്ചിട്ട് വരാം. എനിക്കാണെങ്കിൽ എപ്പോഴും ഇങ്ങനെ കിടക്കാൻ കണ്ടിട്ട് ഒരു സുഖമില്ല. ഇനി പോലെ ഒന്ന് നീപ്പിച്ചാലും എനിക്കൊരു സമാധാനം കിട്ടുള്ളൂ. അപ്പൊ ഞാൻ പോട്ടെ, പള്ളി പോട്ടെ. ഇമാമ കയ്യെട്ടിക്കൂടെ പറഞ്ഞിട്ട് വിളിച്ചിക്കണു. തുറത്തിക്കണേ സംഭവം. ഓടിക്കോ പള്ളിക്ക് നിസ്കാരം അയ്യോ തുന്നി അതിന് പോവോ? അപ്പൊ ഗൈസ് നമ്മളെ പള്ളി പോയിട്ട് അവിടുത്തെ കയറിക്കൂടെ. അവിടുത്തെ ശരിക്കും നമ്മള് ഇനി നമ്മൾക്ക് തെറ്റിയതാണോ ഉസ്താദ് നമ്മളെ പ്രാങ്ക് ആക്കിയോന്ന് അറിയില്ല. 8:30ക്കാണ് നമ്മളോട് അവിടെ നിസ്കാരം ഞാൻ കേട്ട അറിവ്. ഞാൻ അങ്ങനെ പറഞ്ഞു, എല്ലാരും അങ്ങനെയല്ല പറഞ്ഞു. ജുമാണ്ട് നേരത്തെ പറയുന്നത് എനിക്കറിയില്ല. പക്ഷെ എന്താ വെച്ചാല് അവിടെ ചെന്നപ്പോത്തിന് നിസ്കാരം കഴിഞ്ഞിരിക്കണം. അപ്പൊ ഇനി നമ്മള് ഈ പള്ളിക്ക് കഴിഞ്ഞിരിക്കണം. നമ്മൾ ഇനി തച്ചങ്ങാട് പള്ളിക്ക് ഒന്ന് പോയപ്പോട്ടെ. അവിടെ കേട്ടില്ലെങ്കിൽ നമുക്ക് അവിടെ നിസ്കരിക്കാം. സംഭവം ശരിക്കും പഠിച്ചാലാണ് നമ്മളെ തെറ്റല്ല. നമ്മള് 8:30ക്കാണെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇറങ്ങിയത്. പിന്നെ എന്തൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. മൂലയിൽ നമ്മളെ നടക്കൂലല്ലോ.
ഗൈസ് അപ്പൊ അങ്ങനെ എല്ലാവരും പള്ളി വിരുന്ന് വന്നു. ഇത് എവിടെ നിന്ന് വാങ്ങിയ? രമേശിന്റെ വീഡിയോ വാങ്ങിയാണോ രണ്ടാളും? ഇതെങ്ങനെ രണ്ടാളും പറഞ്ഞടിപ്പിച്ചാണ് ചെറിയൊരു മാറ്റം അതുണ്ടാവേ, ചെറിയൊരു മാറ്റം ഉണ്ടാവും. അഫിയല്ലേ അല്ല ഇജ്ജെവിടുന്ന സാധനം എടുത്ത് ഇത് കണ്ടില്ല? ഇതാ മഞ്ഞച്ചെരുപ്പാണ് ഹൈലൈറ്റ്, അത് പൊക്കിയുണ്ടാവും. ഇത് ബാംഗ്ലൂർ വാല, ബാംഗ്ലൂർ അണ്ണം ഫ്രീക്ക്. ഇത് ഏതാ മുടിയട്ടല്ലേ? ഏതാ ബാംഗ്ലൂർ കട്ട? ഇപ്പൊ കൊച്ചി കട്ടാണ്, കൊച്ചിയാണ്. അത് ഭൂമിപുത്ര. ഓ ഭൂമിപുത്ര കാണുമ്പോ എനിക്ക് നൊസ്റ്റാൾജിയ കേട്ടോ. കാരണം ഞാൻ 10ാം ക്ലാസ്സിലൊക്കെ നേരം ഈ ഭൂമിപുത്രയിൽ പോയി എന്തായാലും നേരം വെക്കും, 10 മണിക്ക് എത്തൂല. അപ്പൊ അങ്ങനെ ടീച്ചർ പുറത്താക്കും, ഫസ്റ്റ് പീരീഡ് അങ്ങനെ കട്ടായി കിട്ടും. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പൊ എന്തായാലേ നമുക്ക് ഇനി നാട്ടിലത്തെ ഒരു പരിപാടി അങ്ങനെ നമ്മൾ നാട്ടുകാരൊക്കെ കൂടി കാണുന്ന ഒരു ഗ്രൂപ്പ് ഫോട്ടോ ഉണ്ട്. ഇത് വർഷങ്ങളായിട്ട് നടന്നു വരുന്ന ഒരു പാരമ്പര്യമാണ്. ഇത് ആരെങ്ങനെ തോന്നിട്ട് പോയിക്കണേ? ഇപ്പൊ മുബാറക്ക് വന്ന് എത്ര ഓണം അടിച്ചു? അവിടെ പോരി ചാവിയോ ഓടിവാ അണ്ണാച്ചി. ചാവി അവിടെ ഉണ്ട്, അതിന്റെ ഉള്ളിലുണ്ട്. ആവൂല, പൂട്ടൂല, ആവൂല, ലോക്കാവൂല. തമ്പി എങ്കടാ നീ? പെരുന്നാൾക്ക് പോയാ? തമ്പി എങ്കടാ നീ? ജില്ല എന്താ പ്രശ്നം? ഫോട്ടോ എടുക്കണോ? എന്നാ പോര്. സ്കൂട്ടി ആണോ? എന്നാ സ്കൂട്ടി എടുത്തിട്ടോ. ചോറിനാനയക്കണോ? ഇവളെന്താ? അതേതാ മോഡല്? പുതിയ പെരുന്നാൾ ഡ്രസ്സാ? എന്നാ ഈദ് മുബാറക്ക് പറഞ്ഞ എന്നാ വായോ. ബംഗാളി വന്നു. ബംഗാളി നല്ല വിളിച്ച്. അതിനെന്താ? ബംഗാളി പിന്നെ ഇങ്ങനൊക്കെ നിന്നാ പിന്നെ ബംഗാളി നല്ല വിളിച്ചോളൂ. ബംഗാളികൾക്ക് എന്താ ഇപ്പൊ? ഇതാ വരുന്നു അടുത്ത ബംഗാളി. എരപ്പാളി വരുന്നുണ്ട്. എരപ്പാളി ഫ്രം മാരായമംഗലം. ജരപ്പാളിയാ അല്ലേ? എന്നാ വണ്ടി എടുക്ക്, ഫോട്ടോ എടുക്കാൻ പോര്. വേഗം വണ്ടി എടുത്തു വാ. പറഞ്ഞ വണ്ടി പോകില്ല, ആണ് വണ്ടി ആക്സിഡന്റ് കൊടുക്കുക. അത് ചോട്ടു. ഗൈസ് അപ്പൊ ഞങ്ങൾ ഫാമിലി ഗ്രൂപ്പ് ഇടാൻ വേണ്ടിട്ടില്ല, ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് പോവാണ്. എല്ലാ പെരുന്നാൾക്കും ആയാലും ബലൊരു അവിഞ്ഞ ഫോട്ടോ എടുക്കലുണ്ടാവും. എന്നിട്ട് ഗ്രൂപ്പിൽ ഒരു 150 ഫോട്ടോ ആണ് ഇടും. അതായത് നമ്മളാണെങ്കിൽ അത് നോക്കുമ്പോൾ. അപ്പൊ എന്തായാലും ഫോട്ടോ എടുക്കാൻ റെഡിയാണോ? ആരാ മൈലാഞ്ചിട്ട് വന്ന്? അന്റെ അമ്മ മൈലാഞ്ചിട്ടിക്കണോ? പിന്നെ എന്ത് തേങ്ങ ഇട്ടിക്കണ്? എന്താ ചെക്കൻ നൈസായിട്ട് തന്തക്ക് വിളിച്ച്. അപ്പേ നേരത്തെ ഇമ്മന്നെ അവിടുന്ന് വിളിച്ചിക്ക. ഇവിടെ വന്നിട്ട് 37 ഇവിടുന്ന് എനിക്ക് കോൾ ചെയ്യാം. സംഭവം എന്താ വെച്ചാൽ ഡോറ് തുറന്നിട്ട് പോയിക്കണം. 37 ഇവിടുന്ന് ഒന്ന് അടച്ചാൽ മതി. ഞാൻ എന്നിട്ട് അവിടുന്ന് വന്നിട്ട് അടച്ച്. ഹോ വെരി കൺജസ്റ്റബിൾ ലൈഫ്. ഞാൻ ലിപ്റ്റിക്ക് ഇട്ടുക്കണോ? എന്താ ഇട്ടിക്കണേ? ലിബാമ ഇട്ടിക്കണേ? ഓക്കെ. എന്താ ഈ R15 ഒന്നല്ല അങ്ങനെ ഇരിക്കാനൊന്നും. എന്താണ് ജി കൊണീണ്? ഇജെന്താ കൊണീന്? ഐസ് അപ്പൊ ഞങ്ങൾ ഫോട്ടോ എടുക്കട്ടെ. വാടാ, ഓൻ വരുന്നില്ല. ഇവിടെ പ്രശസ്തമായ ക്യാമറമാനാണ്. ഇനി നമുക്ക് ചോറുന്നൽ പ്രോഗ്രാം. തേങ്ങാച്ചോറാണ് ഉണ്ടാക്കിക്കുന്നത്. ഞാൻ ഒഴിക്കും. ഇവിടെ എല്ലാവരും തേങ്ങാച്ചോറ് ഫാൻസ്. തേങ്ങാച്ചോറുണ്ട്, സലാഡ് ഉണ്ട്, അച്ചാറുണ്ട്, പിന്നെ പുളിയഞ്ചി ഉണ്ട്, പിന്നെ ചിക്കൻ കറി ആണ് വെച്ചിട്ടുണ്ട്. നമ്മളെ പേരിൽ ബീഫ് പറ്റൂല. കാരണം എന്താ വെച്ചാൽ പെങ്ങളെ കുട്ടിയല്ല, കാക്കാന്റെ കുട്ടിക്ക് മഞ്ഞപ്പിത്താണ്. അപ്പൊ അതുകൊണ്ട് ബീഫ് ഹറാമല്ല, തിന്നാൻ പറ്റൂല. അതുകൊണ്ട് നമ്മൾ ചിക്കൻ കറി ഉണ്ട്. ഗൈസ് അങ്ങനെ നമ്മൾ നല്ലൊരു ഉറക്കം ഉറങ്ങി. നല്ല പായസം കുടിച്ചപ്പോൾ നല്ല ഉറക്കം ഉറങ്ങി. ഇന്നലെ രാത്രി എന്തായാലും ഉറങ്ങിയിട്ടില്ല. രാവിലെ ഡ്രസ്സൊക്കെ എടുത്ത് വന്നപ്പോൾ 4-5 മണി ആയിക്കണ്. അപ്പോൾ നല്ല ഉറക്കക്ഷീണം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങോട്ട് ഉറങ്ങി നീച്ചിപ്പോൾ രാത്രി ആയിരിപ്പോൾ പെരക്കാരൊക്കെ ഒരു സ്ഥലത്തേക്ക് പോയിക്കാണ്. ഓരെങ്ങോട്ടോ പോയിക്കണ്, എന്തോ പാർക്കൊക്കെ എന്തോ പോയിക്കണ്. നമ്മൾ പോയിട്ടില്ല, നമ്മൾ കടന്നുറങ്ങി. അപ്പോൾ എന്തായാലേ ഇനി കുറച്ച് പരിപാടികളൊക്കെ, കുറച്ച് എഡിറ്റിങ്ങും പരിപാടിയൊക്കെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞ് ഇനി എന്തെങ്കിലുമൊക്കെ പരിപാടി ഉണ്ടോ നോക്കാം രാത്രി. ഓക്കെ ബൈ. അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ ബല എവിടെയൊക്കെ പോയിട്ട് ഹൈഡ്രജൻ ബലൂണൊക്കെ വാങ്ങിയിട്ട് വന്നിക്കണം. അതിൻ്റെ ഇടയിൽ ഈ നമുക്ക് സാധനമാണ് വിട്ടു. അത് വന്നിട്ട് ഹൈഡ്രജൻ ബലൂൺ വിട്ടാൽ മോൾക്ക് പോലെ ഓനാണ് വിട്ടു. എന്നിട്ട് ഇപ്പോൾ തോട്ടേണ്ടൊക്കെ എടുത്ത് ഈ പൊട്ടം വിട്ടൂലേ.
ആ പോയോ എവിടെ പോയി അതിന്റെ ഉള്ളിൽ കണ്ണുണ്ടാവും. അങ്ങനെ